വീഡിയോക്ക് മാത്രമേ വരത്തുള്ളൂ ഇത്. അപ്പൊ നമ്മൾ ഏകദേശം 2 മണിക്കൂർ യാത്ര കൂട്ടുകാരനെ കഴിക്കും. അഞ്ചരയായി. നല്ല മഴയെല്ലാം പെയ്തിട്ടിരിക്കുവല്ലേ. രാവിലത്തെ ഹോബിയല്ലേ അവിടെ ചെന്നിട്ട് എന്റെ ഡയലോഗ് ടിക്ടോക്ക് ഉണ്ടാക്കാം. എടാ ഇങ്ങനെ എടുക്ക്, കുറച്ച് ക്ലോസ് ആക്കിക്കോ. എന്റെ മുഖത്ത് എക്സ്പ്രഷൻ കിട്ടണം. ഓ ആയിക്കോട്ടെ. ഏ. കൊന്നനും കുത്തുന്ന ദേ ഒരുമാതിരി ആളെ വിളിച്ചു വരുത്തിയിട്ട് കളിയാക്കല്ലേ. നീ ഫോട്ടോ എടുക്കടാ ചല്ല ചക്ക, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട. ഓഹോ. ഇപ്പോൾ 2500 രൂപ കൊടുത്തു കഴിഞ്ഞാല് നമുക്കിവിടെ സ്റ്റേ അടിക്കാവുന്നേ ഉള്ളൂ. ഒരു ഫാമിലി ആയിട്ട് വന്ന് നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യുക. വേറെ 2500 രൂപയുടെ മുടക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജോബി മച്ചാൻ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ജോബിനെ ഫോണെന്ന് തെറിച്ചോളൂ. 2, 3 സ്റ്റാർട്ട്. ഹലോ ഗായ്സ്. സ്മൂത്ത് ആയിട്ട് കൊടുത്തേക്ക്. നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ചൂട് ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാൻ പോകാനുള്ള ധൃതിയിലാണ് എല്ലാവരും. അവിടെ ചെന്ന് ഈ പറയുന്ന ട്രക്കിങ്ങിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? വേറെ ഒന്നും കണ്ടില്ല. വീഡിയോക്ക് മാത്രമേ വരത്തുള്ളൂ ഇത്. ഇങ്ങനെ എങ്ങനെ? ഇത് വീഡിയോ അല്ലേ? അപ്പൊ ഇനി ഫോട്ടോ എങ്ങനെയാക്കും? അല്ല നിരീക്ഷണ പാത കൂടുതൽ വിവരിക്കാനായിട്ട് ആരതി പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക്. ഇവള് പറഞ്ഞ പോലെ ഒട്ടുമിക്ക പണക്കാരുടെ വീട്ടിലുണ്ട്. പിന്നെ ഇവളെ പോലത്തെ ദരിദ്രവാസികളുടെ വീട്ടിലും ഉണ്ടെന്നാണ് ഇവള് അവകാശപ്പെടുന്നത്. ഇവ ഓടിത്തരത്തിലാണ് വ്ലോഗ് ഇരിക്കുന്നത്. അതൊക്കെ ഓടിയിടും. തലയടിച്ച് പൊട്ടിക്കും ജിമ്മൻ. ഞങ്ങളങ്ങനെയാ സാറേ വിളിച്ചോണ്ടിരുന്നത്, പേരറിയാത്ത. അങ്ങനെ എന്നെ ബ്ലോഗ് തിരിഞ്ഞു പോയി.